ഹായ്, നമുക്കിന്നൊരു പനീർ പോപ്കോണിൻ്റെ റെസിപ്പി നോക്കിയാലോ. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ സ്റ്റാർട്ടറായിട്ടൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു റെസിപ്പിയാണ്. അവിടെയൊക്കെ ഭയങ്കര വിലയാണ്. നമുക്കിത് ഭയങ്കര തുച്ഛമായ വിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ ഇങ്ങനെ ക്യൂബ്സായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഭയങ്കര, അതായത് ചിലവ് കുറഞ്ഞ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പൊതുവേ ഒരു പനീർ ഫാൻ അല്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലാണെങ്കിൽ അത് എടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും, പിന്നെ കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് മെഷർമെൻ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസി വരണം, ലൂസായി പോരുത്. അതിനുശേഷം നമുക്കൊരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ഈ മിക്സിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ പനീറെല്ലാം അതിലോട്ട് നന്നായിട്ട് ദേ കണ്ടോ മിക്സാക്കി കുറച്ച് നേരം വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഞാനിവിടെ മാറ്റിയൊന്നും വെച്ചിട്ടില്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാൻ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും ആവശ്യമുള്ളൂ നമുക്ക്. അത് ആദ്യം ഈ ഓരോ പനീറായിട്ട് എടുത്ത് ആദ്യം മുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക, മാറ്റി വയ്ക്കുക. അതായത് ഇതുപോലെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ പനീറിന് എത്ര വേവുണ്ടെന്ന്. മാക്സിമം പോയാൽ 4-5 മിനിറ്റ്, അതിനപ്പുറം വേവിക്കേണ്ട ആവശ്യമില്ല, 2 സൈഡും കൂടി. ഓക്കെ, കൂടുതലായിപ്പോയാൽ പനീർ എന്തായിപ്പോവും, ഈ റബ്ബർ പോലെ ആയിപ്പോവും കേട്ടോ. അതുകൊണ്ട് കൂടുതൽ സമയം വേവിക്കരുത്. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇതേ കണ്ടോ, നന്നായിട്ട് ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ടുള്ള പനീറാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ബൈ.